ഈ കടലാസിനെ 3 കൊണവന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളൊട്ടിക്ക് കൊടുക്കുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടലാസിനെ ഊതിട്ട് ചൊല്ലോടു, ഇല്ല മോനെ, ഈ തിങ്ങലെ ലാസ്റ്റ് വരേക്കും ജീവിച്ചിട്ടിക്കരാച്ചുള്ള ഗ്യാരണ്ടി അല്ല. നിന്റെ ബാപ്പയായ ഭരണാധികാരിയായ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് കൊണ്ടല്ലേ ഒരു ഗണ്ട പോലും നാണ് ജീവിച്ചിട്ടിക്കുവാച്ചുള്ള ഗ്യാരണ്ടി ചൊല്ലണു സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തോട്ടിക്ക് ചൊല്ലുരേ, ആ മരണത്തെ നിങ്ങൾ യാര ഓർക്കോരു സ്വഹാബ, ആ മരണത്തെ നന്തരമുള്ള ഒരു ജീവനമുണ്ടല്ലേ, ആ മരണാസുള്ളതൊരു മുസ്ലിമുടെ ജീവന തീരേണ്ട പേരിച്ചിരണ്ട. പല ജാഗലുണ്ട് സുബ്ഹാനല്ലാഹ്, ഒരാള് മരണപ്പെട്ടു പോയെങ്കിൽ അവന്റെ എല്ലാ തീൻ തല്ലേണ്ട ചൊല്ലുടെ ഒരു സമ്പ്രദായമുണ്ടു. അല്ലാഹുവോട് യഥാർത്ഥ ജീവനത്തെ തുടക്കമാണ് മരണ. ഒരു ഈമാനുള്ള മനുഷ്യനുണ്ടല്ലേ, ഈ ദുനിയാവ് ആഖിറത്തെ സംബന്ധിച്ചിട്ടുണ്ടല്ലേ, ആഖിറത്തെ മുന്നുള്ളു ദുനിയാവിടെ മീത് കണക്കാക്കണെങ്കില് അതാ കടലിലെ തന്നെ ഒരു ബെർലിടെ ഇങ്ങനെ മുക്കിയിട്ട് ആ ബെർലിടെ വയത്തുമ്പത്തുക എത്ര തന്നെയാണോ കടലിലെ തന്നിരെ തീന്ന് പോണ്ടത്, അഥവാ കടലിൽ നിന്ന് ഉള്ള തന്നിര എത്ര തന്നെയാണോ നിന്റെ ബെർലിടെ കൊടില് വന്നത്, ഈ തന്നിരത്തര പോലും ദുനിയാവ് ആഖിറത്തെ മുന്നുള്ളു ഇല്ല. ആഖിറത്തെ മുന്നുള്ളു കണക്കാക്കി നോക്കുമ്പോ അതാ കടലക്ക് ബെർല് മുക്കിട്ട് വയത്തും തണ്ണീര് തുള്ളി ഉണ്ടല്ലേ, ആ തണ്ണീര് ഡ്രോപ്പ് ഉണ്ടല്ലേ, കടലിന്റെ എതിരക എത്ര ചെറിയമാണ്, എത്ര നിസ്സാരമാണ് ബെർലയുടെ കൊടില് പറഞ്ഞ തന്നെ. അതുപോലെ ദുനിയാവിടെ ആഖിറത്തെ എതിരക വെച്ച് നോക്കുമ്പോ ഈ ദുനിയാവ് ആഖിറത്തെ എതിരുടെ ഒന്നും അല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിയങ്ങള് ചൊന്നുരേ, അല്ലാഹുവിന്റെ റസൂല് പോലും സ്വഹാബത്ത് പഠിപ്പാടിയത് അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്ത് കൊല്ല ഒരു കൃഷിരെ ജാഗയാണ്. ഈ ദുനിയാവ് ആഖിറത്ത് കൊല്ല കൃഷിരെ ജാഗയാ. എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിൽ പോലും, എത്ര വലിയ വലിയാണെങ്കിൽ പോലും, എത്ര വലിയ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പോലും അതാ സ്വന്തം കണ്ണുപോലും മുച്ചൊണുകാവാത്ത ഒരു പരിസ്ഥിതി പറഞ്ഞുകൊണ്ടു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടൂ. അങ്ങനത്തെ ഭീകരമായ സന്നിവേശം ഓരോ മനുഷ്യന്മാര് കാണുമ്പോ വഅദ് ചൊന്നവനോട്ടില്ല, വഅദ് കേട്ടവനോട്ടില്ല, വഅദിന്റെ മജ്ലിസ് സഹായിച്ചവനോട്ടില്ല, ആ വഅദക്ക് പന്നയാൾക്ക് സ്വാഗതാക്കിയവന ഉദ്ഘാടനാക്കിയ ആളാ, ആ വഅദക്ക് വേണ്ടി പാതിര ജാബത്തോല അധ്വാനിച്ചിട്ട് ലൈറ്റ് ഇടുക നിന്റെ ആളാ. ഏത് ആളാണെങ്കിൽ പോലും അതാ സ്വന്തം കണ്ണുര പോലും മുച്ചൊണകാവാണ്ട് കിടക്കിற ഒരു ഗലികയുണ്ടല്ലേ, ആ ഗലികൾ റൂഹുടെ പിടിക്കൊണുക വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം പറമ്പത്തുകൂ. അസ്റായീലെ ഭീകരമായ സന്നിവേശത്തെ കാണുമ്പത്തുകൊണ്ടല്ലേ എത്ര ജാഗല വാത് ചൊന്നിട്ടാണ് പല ആളുമാരും ഉൾപ്പെടെ പാട്ടിയവണോ, എത്ര ജാഗല ഭീകരമായ മരണത്തെ വിഷയത്തെ ചൊന്നിട്ടു, അസ്റായീലെ ഭീകരമായ അവസ്ഥ ചൊന്നു കൊടുത്തിട്ടു, അഥവാ സകറാത്തിന്റെ നൊമ്പലത്തെ വിശദീകരിച്ചു കൊടുത്തോണോ. ആ ഭീകരമായ സന്നിവേശത്തിൽ അസ്റായീലിന്റെ മുന്നിൽ കാണുമ്പോ അസ്റായീലിന്റെ ഭീകരമായ അവസ്ഥ കണ്ട് വല്ലാത്ത പേടിയാണ്. അസ്റായീൽ സകറാത്തിന്റെ റൂഹുടെ പിടിക്കൊണുക പണ്ട സമയത്തിലുണ്ടല്ലേ ഏതു നൊമ്പലമാണ് അനുഭവിക്കണുള്ള കൊന്തുണ്ട. അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ അല്ലാഹുവിന്റെ നബിമാരായ ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യണകാവാത്ത തരത്തില് അല്ലാഹ് സംരക്ഷണം കൊടുത്ത മഹാന്മാരായ പ്രവാചകന്മാർ പോലും അല്ലാഹുവിന്റെ നബിമാർ പോലും അതാ മരണപ്പെട്ടു പോയ സമയത്തിൽ അനുഭവിച്ച നൊമ്പല ഏത് കൊന്തുണ്ട. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് കേക്കിട്, ബാക്കിയുള്ള പ്രവാചകന്മാരെ പോലെ അല്ലല്ലേ മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുടെ മുട്ട വലിയ സ്ഥാനമാണ്, മിന്നെ മഹാനാണ്. അതാ പേര് ചൊല്ലുമ്പത്തേ മൂസാ നബിയെ ചൊല്ലോടെ കലീമുല്ലാഹി മൂസാ.
അള്ളാഹുരൊട്ടിಗೆ നേരിട്ട് പലക്കെ പറഞ്ഞ കനകത്തെ പ്രവാചകനാണ്. പിന്നെ ഒരു നബിമാർക്കും അങ്ങനത്തെ സ്ഥാനമില്ല. അള്ളാന്റെ ഖുർആനിൽ പോലും നന്റെ ചങ്ങായാണ്, നന്റെ ഖലീലാണ് ഇബ്രാഹിം കൊണ്ട് ചൊന്നെങ്കിൽ പോലും അള്ളാഹുരൊട്ടിಗೆ നേരിട്ട് പലക്കെ വരുണ്ട് ഇബ്രാഹിം നബിക്ക് പോലും സാധ്യമായിട്ടില്ല. മൂസാ നബിക്ക് വലിയ സ്ഥാനമാനമുണ്ടു. മൂസാ നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് വിശദീകരിക്കൊടുക്കാവാത്തതാ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പോലും അള്ളാഹുടെ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ മൂസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു പോയ സമയത്തിൽ അള്ളാഹു വിളിച്ചു കേക്കടാ, യാ മൂസാ കൈഫ വജത്തൽ മൗത്, സകറാത്തിൽ നൊമ്പല എങ്ങനെ എന്ത് മൂസാ നബിയെ. മരണപ്പെട്ടു പോകുമ്പോ ചുണ്ടുക തന്നിത്ത് പാട്ടി കൊടുത്തറ, പല ആളുമാര് മരണപ്പെട്ടു പോകുമ്പോ മുട്ട നിന്റെ യാസീൻ ഓതി കൊടുത്തറ, പല ആളുമാര് ഹാർട്ട് അറ്റാക്ക് ആയി മരിക്കുമ്പോ തുകന്നങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതുണ്ടു. ആ മരണപ്പെട്ടു പോകേണ്ട ആള് അനുഭവിക്കുന്ന നൊമ്പല എന്തിനെ കൊണ്ടുന്ന മുസ്ലിമീങ്ങള് അള്ളാടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലൂടു, പടച്ചോണ് നാണതിര എങ്ങനെ ചൊല്ലണു. സകറാത്തിര നൊമ്പലമുണ്ടല്ലേ പടച്ചോണ്, എങ്ങനെ നക്ക് അനുഭവപ്പെട്ടൊരു കൊന്തുണ്ട. റൂഹ് പോകുമ്പോഴത്തേക്ക് ഏത് നൊമ്പല നണ്ട് തടിക്കായിര കൊന്തുണ്ട. അതാ ഒരു പക്ഷിയുടെ അറുത്തിട്ട് ജീമ പോണ്ടേക്കുമൊന്നൊരു, ഒരു പക്ഷിയുടെ അറുത്തിട്ട് ജീമ പോണ്ടേക്കുമൊന്നൊരു. ആ പക്ഷിയുടെ മീത്ത് നല്ല തുള്ളുടെ എണ്ണകി ഒരു കോലിക്കായനു കിട നല്ല പയച്ചിട്ട് തുള്ളുമ്പത്തുകല്ലേ, അതുപോലെ തുള്ളുടെ എണ്ണ ഒരു പക്ഷിയുടെ കൊല്ലാണ്ട് ജീമ പോവാണ്ട് ആ പക്ഷിയുടെ ജീമത്തോടുകൂടി തലക്കിടെ തുള്ളുടെ എണ്ണ കിട്ടെങ്കില് ആ പക്ഷിയുടെ അവസ്ഥ എന്താവും അല്ലാ. പാടിട്ട് ഒന്ന് രക്ഷപ്പെടാണ്ട് ബീരിക്കൊമ്പത്തുകൂ അതിരെ രംഗയല്ല എണ്ണൽ ബന്ധിട്ട് തിരങ്കയുടെ പന്ത് വാട്ടുക പോലും ആവില്ല. അഥവാ ഒന്ന് വേഗം മറിച്ചെങ്കിൽ ഈ നൊമ്പലത്തിൽ നിന്ന് രക്ഷപ്പെടല്ലേണ്ട് ബീരിക്കൊമ്പത്തുകൂ ആ എണ്ണല് കിടന്ന് പെടക്കിട പക്ഷിയുടെ ജീമ പോണ്ടുമില്ല. പാരിട്ട് ബച്ചാവാവണുക പോലും ആവില്ല. ഒന്ന് റൂഹ് പോയിട്ട് പോലും കിട്ടില്ല. അങ്ങനത്തെ ജീവൻ മരണസ്ഥിതിയിൽ എങ്ങനെയാണോ ഒരു പക്ഷി എണ്ണല് കിടന്നിട്ട് പെടക്കിട്, അതുപോലെ നാണ് സകറാത്തിര നൊമ്പലത്തിൽ പെടച്ചിര അല്ലാ. അള്ളാന്റെ നബിയായ മൂസാ നബി ഈ നൊമ്പലമാണ് അനുഭവിച്ചിരേണ്ട കണ്ടെങ്കിൽ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാടെ മടിയിലെ തല വെച്ചിട്ട് അള്ളാന്റെ റസൂൽ വഫാത്താവണു വേണ്ടി കിടന്ന സമയത്തില് ആയിഷാ ബീബിയുടെ മടിയിലെ തല വെച്ച് കിടന്ന അള്ളാന്റെ റസൂല് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാ റൊട്ടികൾ ചൊല്ലുന്നു, ആയിഷാ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരിപ്പുകും നൊമ്പലമുണ്ട് ആയിഷ, മരണത്തെ നൊമ്പലത് വല്ലാത്ത നൊമ്പലമാണ് ആയിഷ. അല്ലാടെ റസൂലതാ ഒരു തോട് കൊണ്ടിട്ടുണ്ടാക്കിയ കനകത ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാമണില് ചെപ്പ തണ്ണി അല്ലാടെ റസൂല് മുട്ട ബൈ പാടിട്ട് ആ തണ്ണിക ഗൽഗ കൈ ഇങ്ങനെ മുക്കിയിട്ടുണ്ടല്ലേ. മരണത്തെ നൊമ്പലത്തിൽ സങ്കട്ടാപത്ത് അല്ലാടെ റസൂല് ആ മുഖത്തെ ചെപ്പ തണ്ണിൽ ഇങ്ങനെ പൂഞ്ഞിട്ട് ആയിഷ ബീവി റൊട്ടികൾ ചൊല്ലു, ആയിഷ മരണത്തുക നൊമ്പലമുണ്ട് ആയിഷ. സകറാത്തുക വല്ലാത്ത ഭീകരമായ നൊമ്പലമാണ് ആയിഷ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നൊമ്പല അനുഭവിക്കുന്ന ചില ആളുമാർക്ക് ഷഹീദിന്റെ പ്രതിഫലത്തെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു. എല്ലാ മരണം ഒരുപോലെയല്ല, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ എല്ലാ മരിപ്പ് ഒരുപോലെയല്ല. ചില ആളുമാരെ മരണത്തിന് ഷഹീദിന് കൂലിയുണ്ടോ. ആ വിഭാഗത്തിലാണ് പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ. ഒരു പെണ്ണ് മീത് പ്രസവ വേദനയില് പേത്തിന് നൊമ്പലത്തിന് അനുഭവിച്ചിട്ട് മീത് മരണപ്പെട്ടു പോണ്ട ആളുണ്ട് കണ്ടെങ്കില്, അഥവാ പെരുമ്പത്തുക മരണപ്പെട്ടു പോയ ധാരാളം സഹോദരിമാരില്ലേ,
മരണപ്പെട്ടു പോയാലുണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണുക നാല് ആഖിറത്തിൽ ഷഹീദിന്റെ കൂലിയാണ്. അത് വ്യഭിചാരത്തിൽ നിന്നുള്ള പ്രസവമാണെങ്കിൽ പോലും, വ്യഭിചരിച്ചിട്ട് ആ വ്യഭിചാരത്തിൽ നിന്നുള്ള ഗർഭത്തെ പെരുന്ന സമയത്തിൽ പോലും ഒരു പെണ്ണുക മീത് ആ നൊമ്പരത്തിൽ മരിക്കണായിട്ട് വന്നെങ്കിൽ ആ പെണ്ണുക പോലും അല്ലാഹു കൊടുക്കുന്ന ഷഹീദിന്റെ കൂലിയാ. സുബ്ഹാനല്ലാഹ്. വ്യഭിചാര ഭയങ്കര മോശമാ. വ്യഭിചാര എത്ര വലിയ മോശം കൊണ്ടുള്ള ഈമാനുള്ളങ്ങള്. വ്യഭിചാര ആകെ ആട് നാല് അള്ളാടെ നരകത്ത് പോയ സമയത്തില് അങ്ങടെ ഗുഹ്യ ഭാഗത്തിൽ ഉൾകുടകനക്കത്തെ ചൂവും ചോരയുണ്ടല്ലേ, ആ നാട്ടത്തെ സതിക്കണുക പോലും നരകത്തിലുള്ള ആള് മാറുക സാധ്യമാവില്ല. ഭീകര ഭീകരമായ അല്ലാഹുവിന്റെ സദിഖനായി വർണ്ണായ മനുഷ്യന്മാർക്ക് സുബ്ഹാനല്ലാഹ് നരകത്തെ തീരെ പവരത്തര കൊണ്ടുവന്ന മുസ്ലിമീങ്ങള് ദുനിയാവിടെ തീക്ക് ഇരുമ്പുടെ ക്യാൻഡിൽ ഏഴിയ കണിക 7 പാട്ടുണുകാവിടൂ. ദുനിയാവിടെ തീയുണ്ടല്ലേ, ഈ ദുനിയാവിടെ തീക്ക് ഇരുമ്പുടെ പോലും തണ്ണിയാ കൊണുകൊല്ല ശക്തിയുണ്ട് കണ്ടെങ്കില് 1345 നടന്ന് അവസാനിച്ച രണ്ടാമത്തെ ലോകത്തെ മഹായുദ്ധത്തെ അവസാനത്തില് ജപ്പാന്റെ വലിയ അറിയപ്പെട്ട ഹിരോഷിമ നാഗസാക്കി പട്ടണത്തില് അമേരിക്കത്തെയും ബ്രിട്ടന്റെ 2 പട്ടാളക്കാര് സൈനികമാര് ജണ്ടിയായിട്ട് അണുബാമ്പുടെ കൊണുപോയി ചൊരിച്ച സന്ദർഭത്തില് അവിടെ ഉള്ള കറണ്ടിന്റെ ഇരുമ്പുടെ കമ്പങ്ങള് പോലും അതാ ക്യാൻഡിൽ ഏരിയ പോലെ ഏരി പോയിരുന്ന സുബ്ഹാനല്ലാഹ്. ഇരുമ്പുടെ കല്ലുകളുണ്ടല്ലേ, ഇരുമ്പ് പോലും ഇരുമ്പുടെ കമ്പങ്ങൾ പോലും അതാ ദുനിയാവിടെ തീരെ പവരമൊന്നുള്ള തന്നെയായിട്ട് പോണ്ടുണ്ട് കണ്ടെങ്കില് ഈ ദുനിയാവിടെ തീരെ കാണ എല്ലുവോ ഇരട്ടിയാറ പവറാ. ദുനിയാവിടെ തീരെ താങ്ങണു ഒരു മനുഷ്യരെ തടിക സാധ്യമുണ്ടാ. ദുനിയാവിടെ തീരെ അണുബാമ്പ് ചൊരിച്ച ആ കാരണം കൊണ്ടിട്ടു അതാ 10 80 വർഷം 80 വർഷത്തോളായോണ്ട് വന്നിട്ട് പോലും ആ രാജ്യത്തിന്റെ ഇണ്ടും പ്രസവിക്കിടക്കനക്കതെ മക്കള് അണ്ട് ചൊരിച്ച അണുബാമ്പുടെ കുറച്ചുണ്ടോ, അണ്ട് ചൊരിച്ച അണുബാമ്പുടെ എഫക്ട് ഉണ്ടോ. 10-80 വർഷത്തിന് മുന്നവിടെ ചോദിച്ചകനിക്കത്ത് തീയുണ്ടല്ലേ, ആ തീയുടെ പരിണാമ ഈ ആ തീയുടെ കാരണം കൊണ്ടു വീണ്ടും ജനിക്കുന്ന മക്കളെ കതിരെ തൊന്തരായോണ്ടുണ്ട് കണ്ടെങ്കില് ഇത് ദുനിയ അവിടെ തീക്കുള്ള പവറുണ്ട് കണ്ടെങ്കില് ഇതിനെ കാണ എലുവോ ഇരട്ടിയാറ പവറുള്ള ആഖിറത്തെ തീയാണ്. ആ തീയുടെ താങ്ങണോ നണ്ടം നിങ്ങളുടെ ശരീരത്തിന് സാധ്യമാണോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, അല്ലാഹുവിന്റെ നരകത്തുക പോണ ഒരു മനുഷ്യൻ അല്ല കൊടുക്കൂടെ ആരോഗ്യം എന്തിരകൊണ്ടുണ്ട. അല്ലാഹുവിന്റെ നരകത്തുക പോണ ഒരു മനുഷ്യൻ അല്ല കൊടുക്കൂടെ ആരോഗ്യം എന്തിരകൊണ്ടുണ്ട. മുസ്ലിമേ, ഈ ദുനിയാവിലുള്ള എത്ര നല്ല ആരോഗ്യമില്ല മനുഷ്യ, ഏത് ജിമ്മുക്ക് പോയിട്ട് എത്ര കിലോ ഒരൊറ്റ പരിപാടിയ മനുഷ്യാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ആഖിറത്തെ അതാവിടെ മുന്നുള്ള ഉണുകു താങ്ങുണുകാവില്ല. ആഖിറത്തിൽ അല്ലാഹുവിന്റെ നരകത്തിലുള്ള ഏറ്റവും ചെറിയ അദാബ് എന്തിനേട്ട് കേൾക്കുമ്പോത്തുകൂ, അല്ലാഹുവിന്റെ നരകത്തിലുള്ള ഏറ്റവും ചെറിയ ശിക്ഷ എന്തിനേട്ട് കേൾക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, അതാ തീരെ 2 ചെരുപ്പട അല്ലാഹു നരകത്തിലുള്ള ആദമാരെ കിടപ്പാട്ടറാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് പെണ്ണുങ്ങള്. തീരെ 2 ചെരുപ്പ് നരകത്തെ തീരെ 2 ചെരുപ്പടെ അള്ള ഒരു മനുഷ്യരെ കാല് കിടപ്പാട്ടുമ്പോത്തുകൂ ആ ചെരുപ്പുകൾ കാല് ബൈക്കലോടുകൂടി തലയുടെ കൊണ്ടുണ്ടല്ലേ അതാ മൂക്കുടെ ദ്വാരത്തിൽ തന്നെയായിട്ട് അറിഞ്ഞിട്ട് ഇത്തിപ്പോണ്ടൂതാ. അങ്ങനത്തെ പവറുള്ള നരകത്തെ തീരെ താങ്ങണുക വേണ്ടിട്ട് ആ തീരെ അനുഭവിക്കണുക വേണ്ടിട്ട് അല്ല നരകത്തുക പോണ്ട മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ആരോഗ്യം എത്ര കൊണ്ടുണ്ട. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിട്ട് ചൊല്ലുടൂ, നരകത്തുക പോണ്ട ഒരു മനുഷ്യരുടെ തടിയുടെ ഗാത്ര എത്ര കൊണ്ടുണ്ട പെണ്ണുങ്ങള്. അതാ ഒരു കുഞ്ചിന്റെ പിന്നൊരു കുഞ്ചിന് നടന്നിട്ട് മീത്ത് എത്തണമെങ്കിൽ ഒരു കുഞ്ചിന് പിന്നൊരു കുഞ്ചുള്ള ജാഗമീത്ര യാത്ര ചെയ്തിട്ട് എത്തണോണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, സ്വഹാബാ
3 നാള് യാത്ര ചെയ്യണായി വരൂ. ഒരു മനുഷ്യരെ ഒരു കുഞ്ചിനെ പിന്നൊരു കുഞ്ചിക്ക് എത്തുന്നുണ്ട് കണ്ടെങ്കില് 3 നാള് യാത്ര ചെയ്യണായിട്ട് വരൂ. അങ്ങനത്തെ ശരീരത്തുള്ള യാത്രത്തെ കൊടുത്തിട്ടാണ് അള്ളാഹു നരകത്തേക്ക് വലിച്ചിരിടേ. ആ ഭീകരമായ നരകത്തെ അദാബിനെ അനുഭവിക്കുന്ന മനുഷ്യന്മാര് പോലും അള്ളാഹുടെ നരകത്തിൽ കിടന്നിട്ട് ഒരേ ഒരു വിഷയത്തിൽ കാവല് കേൾക്കടന്നിട്ട് കൊണ്ടുണ്ട്. പടച്ചോട് വ്യഭിചാരിണിയായ മനുഷ്യന്മാരെ ഗുഹ്യ ഭാഗത്തിൽ പണ്ട് ദുർഗന്ധത്തെ സതിക്കൊണുകാവില്ല അല്ലാ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അങ്ങനെ വേറെ ഒരു ജാഗക ബദലാക്ക് പടച്ചോട്. നരകത്തെ തീതാങ്ങൊണുകാവില്ല. നരകത്തെ തീയുടെ ബഗ്ഗല്ല ബേജാറ് ചൊല്ലുടെ. സുബ്ഹാനല്ലാഹ്, നരകത്തെ തീ വല്ലാത്തതേ. എങ്കിൽ പോലും നരകത്തിൽ കിടന്ന മനുഷ്യന്മാർ അല്ലാഹുവിനോട് കാവല് കേൾക്കടേ. വ്യഭിചാരിണികളായ മനുഷ്യന്മാരെ ഗുഹ്യ ഭാഗത്തിൽ പണ്ടകനിക്ക് ദുർഗന്ധമുണ്ടല്ലേ. ആ ദുർഗന്ധത്തിൽ നിന്ന് അങ്ങനെ നരകത്തിൽ നിന്നൊന്ന് സലാമത്താക്ക് അല്ലാഹ്. വ്യഭിചാരിണിയായ പെണ്ണ് പോലും ആ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ ഗർഭത്തെ സമയത്തില് അതിനെ പെറുമ്പൊത്തുക പേത്തിനൊമ്പലത്തിന് മരണപ്പെട്ടു പോണ്ടേണ്ട് കണ്ടെങ്കില് അത് അല്ലാഹു കൊടുക്കുന്ന ഷഹീദിനെ കൂലിയാ. അല്ലാഹു കരുണയുള്ളവണോ, അല്ലാഹു വലിയ കരുണയുള്ളവണോ. ആ കാരുണ്യവാനായ അല്ലാഹു ചൊല്ലുടാ, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുട സ്വഹാബ. ഒരു പാല് കുടിക്കുന്ന കിടാവിനൊട്ട് എത്ര കരുണയാണ് ഉമ്മകിക്കടേ. പാല് കുടിക്കുന്ന ചെറിയ കിടാവ്, ചെറിയ ഒരു ഉമ്മയുടെ പാല് കുടിക്കുന്ന കിടാവിനൊട്ട് എത്ര ഒരു കരുണ വാത്സല്യ ഒരു ഉമ്മകിക്കൂ. അതിനെ കാണാറ വാത്സല്യ അല്ലാഹു അടിമകളുടെ പാല് കുടിക്കുന്ന കിടാവരുടെ ഉമ്മ കൊല്ലത്തെ പിരിസത്തെ കാണാൻ യാറ പിരിസ അല്ലാഹു മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ഉണ്ടോ. അല്ലാഹു ഒരാളും അല്ലാഹു ശിക്ഷിക്കില്ല. പിന്നെമാ ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ ശരീരത്തെ നരകത്തിൽ വലിച്ചിട്ട് ഞങ്ങളുടെ സ്വന്തം ശരീരത്തെ ഞങ്ങമേ അന്യായമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട്. അതാണ് ചൊന്ന പരൻവിധി ചുമ്മാവിട്ട് ചുങ്കില നടക്കുന്ന ശുജഅത്തെ നമുക്കുണ്ട് നാട്ടിലെ ഖബർ എന്ന വീട്. നല്ല ആരോഗ്യമുള്ള അധികാരമുള്ള സമയത്തിൽ, നല്ല സമ്പത്തുള്ള സമയത്തിൽ അല്ലാഹുവിനെ മറന്നിട്ട് ഖുർആനെ ധിക്കരിച്ചിട്ട് അഹങ്കാരത്തോടുകൂടി ജീവിച്ച മനുഷ്യ എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു നാള് നിന്റെ കുണ പോയിട്ട് കിടപ്പാട്ടിന് കൊണ്ടൊക്കെ എനിക്ക് ഒരു ജാഗയുണ്ട്. ഏത് ജാഗ പെണ്ണുങ്ങളെ എത്ര ഗുളിയെടുക്കടെ ആ ജാഗയിൽ ഞങ്ങളുടെ കിടപ്പാട്ടം പൊത്തുക. സുബ്ഹാനല്ലാഹ്, ദുനിയാവിലും നടക്കുമ്പോഴത്തേക്ക് എത്ര നല്ല സെന്റ് ഇട്ടിട്ട് നടന്നോണ്ട്, എത്ര കമ്മണ ബന്ധവനോട് സെന്റരെ മണ കേട്ടിട്ട് പല ആൾമാർക്കും ആശായി പോയൊരു പടച്ചവണ്. നാണും ഇത്ര വലിയ പൈസക്കാരനായിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സെന്റ് നാണുമിട്ട് നടന്നരാൻ തന്നെ. അങ്ങനത്തെ സെന്റിട്ട് മനുഷ്യരെ കബറിൽ കൊണ്ട് പോയിട്ട് കിടപ്പാട്ടം പൊത്തുക. ആ കബറുക്ക് എത്ര ഗുളിയാക്കടെ കൊണ്ടുണ്ട്. 6 ഫീറ്റ് കാണാൻ യാറെ ഗുളി ചിലപ്പോ. എന്ത് കത്തര ഗുളിയാക്കടെ കബറു കത്തര ഗുളിയാക്കടതിലെ ഒന്നാമത്തെ കാരണം ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിന്റെ കേട്ട് നോക്കൂ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഫിഖ് വിശദീകരിക്കട എല്ലാ കർമ്മശാസ്ത്രത്തെ ഗ്രന്ഥത്തിലും ചൊല്ലുടൂ. ഒരു മനുഷ്യരെ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കബറിൽ വെച്ചെങ്കില് ആ മയ്യത്ത് ചീഞ്ഞിട്ട് നാര സമയത്തിലുണ്ടല്ലേ, ആ മയ്യത്ത് ചീഞ്ഞിട്ട് ചൂവും ചോരയായിട്ട് കബറ് നിറയുടെ സമയത്തിലുണ്ടല്ലേ, ആ മയ്യത്തിനെ നാത്ത ദുർഗന്ധ പറത്ത് പറകു തീരാ. അഥവാ കബറിന്റെ മേലെ നടക്കുന്ന കനകത മനുഷ്യന്മാരെ കതിരെ നാത്ത പറകു തീരാ. അതിക്ക് വേണ്ടിയാണ് കബർ അത്ര ഗുളിയാക്ക. മയ്യത്തും ചീഞ്ഞിട്ട് കബറുക നാറു. എത്ര വലിയ വലിയാണെങ്കിൽ പോലും ചിലപ്പോ കബറുക വെച്ചിട്ടാകുമ്പോ വലിയുടെ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോകും. ചില ജാഹിലീങ്ങൾക്ക് ചില വിശ്വാസമുണ്ട്. വലിയൂല അള്ളാന്റെ വലിയൂല ബേനക എല്ലി നോക്കറി എന്തെങ്കിലും കിട്ടാ നോക്കോറോ. സുബ്ഹാനല്ലാഹ്, ഒരു വലിയാണെങ്കിൽ അത് അങ്ങനെമേ ബാക്കിയാവാനുണ്ട്. 6 പടി പാട്ടിയെ അള്ളാഹുടെ പ്രവാചകന്മാർ, അള്ളാഹുടെ നബിമാർ, അങ്ങനെ ശരീരത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹുന്റെ റസൂൽ ചൊന്നൊരു ഇന്നല്ലാഹ ഹറമ അലൽ അർദ് അജ്സാദൽ അംബിയാ.
അള്ളാഹുടെ പ്രവാചകന്മാരായ അള്ളാഹുടെ നബിമാരെ ശരീരമുണ്ടല്ലേ, അത് ഈ ഭൂമിയുടെ മണ്ണുക അല്ലാഹ് ഹറാമാക്കിറ. ആ തടിരെ മണ്ണ് തൊടൂല്ല, ആ തടിരെ മണ്ണ് തൊടൂല്ല. ചില മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാര് പോലും അങ്ങനെ ശരീരത്തെ ഒരുപക്ഷെ മണ്ണ് തൊടാണ്ട് ബാക്കി വയ്ക്കൂ. പക്ഷെ മണ്ണുക അങ്ങനെ ശരീര ഹറാമല്ല. ഹറാമു ചൊന്നെങ്കിൽ അള്ളാഹു ഞങ്ങ ഒരു ഹറാമാക്കി വ്യഭിചാര, കള്ളുകൂടി, അതുപോലെ ബഡ്ഡി എടുക്കല്, ഇതുപോലത്തെ ഹറാമ്, ഗീബത്ത്, നമീമത്ത് ചൊല്ലൽ, ഈ ഹറാമാക്കിയെങ്കിൽ അള്ളാഹു ഞങ്ങളെ നാളെ ശിക്ഷിക്കരുത് പോലെ ഈ ഭൂമിയുടെ മണ്ണിടെ അള്ളാഹു നാളെ ശിക്ഷിക്കട. അങ്ങനത്തെ ഹറാമത് ഉണ്ടല്ല. പിന്നെ ഹറാമു ചൊന്നും കൂടെ വിലക്കപ്പെട്ടത് ഭൂമിയുടെ മണ്ണുക അള്ളാഹു നിഷിദ്ധമാക്കിയ ആ മണ്ണുക അതിന് തുടകൊല്ല സാധ്യത ധൈര്യമില്ല. മണ്ണിന്റെ സ്വഭാവം എന്തിനു വെച്ചെങ്കിൽ അതിനെ കറക്കിട്ട് വിട്ടതാണ്. അത് എത്ര ഗട്ടിരെ മുള്ളാണെങ്കിൽ പോലും മനുഷ്യന്മാരെ മറമാടിയ പെണ്ണുങ്ങ നോക്കൂറു, ഖബറെടുക്കൽ ആൾമാരുടെ കേട്ടു നോക്കൂറു. പല കാലത്തിൽ കുറെ വർഷத்துக்கு മുന്നിൽ ഖബറെടുത്ത് അതേ ജാഗയിൽ ബദലാ ഖബറ് എല്ലിടെങ്കിൽ അവിടെ മനുഷ്യരെ മയ്യത്തിരെ മുള്ളു പോലും കാണാൽ, അതെല്ലാം മണ്ണായിട്ടിക്കും, മുള്ളു പോലും കാണാനായിട്ടാണ്. അപ്പൊ ഒരു മനുഷ്യരെ ശരീരത്തെ മണ്ണിൽ കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ചീഞ്ഞിട്ട് നാത്ത ബണ്ടകനിക്ക് തടി, ആ തടിയാണെന്നങ്ങ, ആ ശരീരമാണ് ഞങ്ങൾക്കുള്ളേ. ആ ശരീരത്തെ ഒരു മയ്യത്തിനെ കൊണ്ടുപോയി കബറുള്ള വയ്ക്കുമ്പൊത്തുകൂ. ആ കബറുള്ള വെച്ച് ചീഞ്ഞ സമയത്തിൽ മയ്യത്തെ നാറാണ്ടി കൊണുകു വേണ്ടിട്ട്, അഥവാ നാരിയെങ്കിൽ മേലുള്ള ഞങ്ങൾക്ക് തൊന്തരാവാണ്ടി കൊണുകു വേണ്ടിട്ട് കബറിന്റെ ചൊമ്മ ഗുലിയാക്കുന്നു. ഞാനതാ ഒരു നാൾ ഒരു കബറ് സ്ഥാനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പൊത്തുകു മുസ്ലിമീങ്ങള് ഈമാനുള്ള തോട്ടത്തിലുള്ള നന്റെ സഹോദരന്മാരെ മനസ്സിലാക്കണു വേണ്ടി ചൊല്ലുടെ. ഞാനൊരു പള്ളിയുടെ ഖബർസ്ഥാനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുത്തുകൂ. അതാ ഒരു ഖബറെടുത്തുകൊണ്ടുള്ള ജാഗലിങ്ങനെ പുക വന്നോണ്ടുണ്ടു. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഖബറെടുത്തോണ്ടുണ്ട് ഉൽഗത്തിൽ ഇങ്ങനെ പുക വന്നോണ്ടുണ്ടു. നാണ് വിചാരിച്ച സുബ്ഹാനല്ലാ, എന്തൊരു ധൈര്യ ഖബറെടുക്കരങ്ങക്ക്. ഖബറിന്റെ ഉൽഗ നിന്നിട്ട് പോലും ബീഡി വലിക്കണു ധൈര്യമുണ്ടല്ലേ. കബറിന്റെ ഉൽഗ നിന്നിട്ട് പോലും സിഗരറ്റ് വലിക്കണു ധൈര്യമുണ്ടല്ലേ ചൊന്നിട്ടു. നേരെ കബറിന്റെ മുട്ട പോയിട്ട് നിൽക്കി നോക്കുമ്പോത്തുകൂ അതാ രണ്ട് ഭാഗത്തിൽ കൊട്ടും പിക്കാസ് പിടിച്ചിട്ട് കബറ് തോണ്ടുരങ്ങ. ആ കബറിന്റെ മൂലക മൂതുപത്തി കുത്തി വെച്ചിരാറ്. വീട്ടിലതാ സിഗരറ്റ് പുകയല്ല വന്നോണ്ടുള്ളേ. മൂലകം നല്ല മണവുള്ള ഊതുപത്തിരെ കുത്തി വെച്ചിരാറ്. എന്തൊക്കെ ഊതുപത്തി വെച്ചിരേട് കാരണം കേൾക്കുമ്പോ കബറടക്കിற ആളുമാറ് നന്നിട്ട് ചൊന്നരേ ഉസ്താദ, ഈ കബറ് അപ്പുറത്തുള്ള ഒരു കബറുണ്ടല്ലോ, ഇതൊരു പെണ്ണുങ്ങളുടെ കബറാണ്. ഈ കബറ് അപ്പുറത്തുള്ള കബറൊരു പെണ്ണുങ്ങളുടെ കബറാ. 10 നാള് പോലും ആയിട്ടില്ല ആ കബറിന്റെ കൂടെ മറമാടിയിട്ട്. 10 നാളവിടേക്ക് 300 ജണ്ടാമത്തെ കബറാണ് ഈ റായത്തിൽ ഞങ്ങൾ എടുത്തോണ്ടുള്ളേ. സുബ്ഹാനല്ലാ, ഈ കബറ് ഇങ്ങനെ താത്തിയോണ്ട് പറമ്പത്തുകൂ. അപ്പുറത്തെ കബറ് തായെ കബറ് മുട്ടത്തേക്ക് ഗുലിയെത്തുമ്പത്തുകൂ. ആ കബറ് പണ്ട് നാത്തത്തെ തടയണുകാവില്ല. അതുകൊണ്ട് കബറ് ഈ കബറ് മൂലകം ഊതുപത്തി കുത്തിവെച്ചിട്ട് അതിനെ മണത്തുകെങ്കിലും തെല്ല് നിക്കണുകാവല്ലേ ചൊന്നിട്ടു. ഊതുപത്തിരെ ഞങ്ങൾ കുത്തിവെച്ചിരേണ്ട ചൊന്നിട്ടിന്നെങ്കില് എന്റെ ഈ മാറുള്ള മുസ്ലിമത്തായ പെണ്ണുങ്ങള് എത്ര നല്ല ശരീരമാണെങ്കിൽ പോലും ഈ തടിരെ കണ്ടിട്ടാറ് കാശാവണോ ചൊന്ന് നടന്ന പെണ്ണാണെങ്കിൽ പോലും ഈ തടിരെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ പെരക പറഞ്ഞോ ചൊന്നിട്ടു ആശ വെച്ചിട്ട് നടന്ന ബാലകാരനാണെങ്കിൽ പോലും ഈ മാറുള്ളകള് അതാണ് അങ്ങനെ ശരീരം ചീഞ്ഞിട്ട് നാര ദുർഗന്ധ പറമ്പത്തുകൊണ്ടല്ലേ. എത്ര ആളുമാറുക കബറെടുത്ത് ആളുമാറുക പോലും ആ കബറിന്റെ മുട്ട പോലും നിക്കണു സാധ്യമാവാത്ത പരിസ്ഥിതിയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുമ്പോത്തുകൂ ആ കബറിനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോത്തുകൂ ആ കബറിലുള്ള ജീവന എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോത്തുകൂ സ്വഹാബത്തിന്റെ കൂട്ടത്തിലൊരു മഹാനുണ്ടു.
അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു മഹാനുണ്ടോ? ഏത് മഹാന് കൊണ്ടുണ്ട? അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒരാള്, രണ്ട് പ്രകാശത്തെ ഉടമയാണ്. പിന്നൂറൈനി, രണ്ട് പ്രകാശത്തെ രണ്ട് വെളിച്ചരെ ഉടമ ചൊല്ല പേര് കിട്ടിയ മഹാനാണ്. അള്ളാഹുവിന്റെ റസൂല് രണ്ട് പെണ്ണുമക്കളെ മങ്ങിലാവണ ഭാഗ്യം കിട്ടിയ സമയത്തില് അള്ളാഹുവിന്റെ റസൂല് 4 പെണ്ണുമക്കള്, രണ്ട് പെണ്ണുമക്കളെ മങ്ങിലാവണ ഭാഗ്യം കിട്ടിയ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, ഇന്ന ലികുല്ലി നബിയ്യിൻ റഫീഖൻ ഫിൽ ജന്ന. ഓരോ നബിമാർക്ക് ആദം നബിയെ പിടിച്ചിട്ട് അവസാനത്തെ നബിയായ നാണുള്ള സമയം വരേക്കും, അഥവാ ഒരു 24,000 നബിമാർക്ക് പോലും അള്ളാന്റെ സ്വർഗത്തിലൊരു ചങ്ങായിമാരുള്ള സ്വഹാബ. എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു ചങ്ങായി മാറിക്കിടാറ്, എല്ലാ നബിമാർക്കും സ്വർഗത്തിലെ ചങ്ങായി മാറിക്കൊമ്പത്തുകൂ. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, നന്റെ കൂട്ടുകാരന് നന്റെ ചങ്ങായി സ്വർഗത്തിൽ ആര് കൊണ്ടുണ്ട് സ്വഹാബ? അത് നന്റെ മറുമോനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പ്രഗൽഭനായ സ്വഹാബിയാണ് പെണ്ണുങ്ങടെ. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് ഖബറിലുള്ള ജീവനത്തെ സംബന്ധിച്ച് ചൊല്ലുമ്പോത്തുകോ, ആ ഖബറിൽ ഞങ്ങളെ വെച്ച സമയത്തിൽ അവിടെ ഞങ്ങളുടെ ശരീരത്തെ വിഷയത്തെ ചൊല്ലുമ്പോത്തുകോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ അതാ താടിയെല്ലാം ചണ്ടിയായിട്ട് കണ്ണട തന്നെ കൊണ്ട് നനഞ്ഞു പോയോണ്ടിന്ത്. എത്തരമാ സമയത്തിലുണ്ടല്ലേ, എത്തരമാ വട്ടം മരണപ്പെട്ടു പോയ സ്വഹാബത്തിനെ മറമാടിയ ഖബർസ്ഥാനത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടന്നോണ്ട് പോകത്തുകൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങള് അതാ അവർ തപ്പി പോന്നിട്ടിന്ത്. മനുഷ്യന്മാരെ മരണമാടിയ ഖബർസ്ഥാനത്തെ കാണുമ്പോത്തുകൂ, ഖബറ് കാണുമ്പോത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് പോലും അവർ തപ്പിട്ട് പോന്നവരോട് കണ്ടെങ്കില് എന്റെ നാടും നിങ്ങൾ ഈമാൻ എത്ര കുറഞ്ഞ ആളുമാരാണ് മുസ്ലിമീങ്ങള്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ സ്വർഗം ഉറപ്പായിട്ടും കിട്ടരുത്. അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ച കനികത്തെ സ്വഹാബത്ത് പോലും ഖബറിനെ പേടിച്ചിട്ടുണ്ടെങ്കില് ആ ഖബറിനെ പേടിച്ചിട്ട് ഏതെങ്കിലും ഒരു ജാവുകം ഞങ്ങൾ വറങ്ങാണ്ട് പുൽപൊട്ടിക്കുവാമാ. ഖബറുക്ക് പോവാത്ത ആളാറുമില്ലല്ലേ? സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തിലുമാവാം ഖബറുക്ക് പോണ്ടത്. എത്തരത്തരം മരണങ്ങളാണ് ഞങ്ങളുടെ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടുള്ളത്. പല കാലത്തെ പോലെ 60 വർഷം 70 വർഷം ഹാർട്ട് അറ്റാക്ക് ആവണ്ട. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിടാവ് പോലും സ്കൂളിൽ പോന്നിട്ട് മരണപ്പെട്ടു പോയതിന് കാരണം കേൾക്കുമ്പോത്തുകൂ വൈദ്യകീയ റിപ്പോർട്ട് ചൊല്ലു ഹാർട്ട് അറ്റാക്ക്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിടാവു, 8 വർഷത്തെ കിടാവ്, ഒലിമ്പോ വയസ്സിലെ കിടാവുക പോലും ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള മരണം സംഭവിക്കുന്നത് ഈ കൊറോണ വന്നതിന് അനന്തരമല്ലേ കേട്ടത്? അല്ലാഹുവിന്റെ റസൂല് ചൊല്ലോടു, ഫജിഅത്തുൽ മൗത്ത്, സഡൻ ഉണ്ടാവിടെ, സഡൻ മരണപ്പെട്ടു പോണ്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാ, അഥവാ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാ, ഏത് പേര് നിങ്ങൾ വെച്ചെങ്കിലും സഡൻ ഉണ്ടാവിടെ മരണമുണ്ടല്ലേ, അത് ഖിയാമത്ത് നാളെ അടയാളമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഖബറിനെ സംബന്ധിച്ച് ചൊല്ലുമ്പോത്തുകൂ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാള മഹാസുബ്ഹാന, റബ്ബേയതിൽ കഴിയേണ്ടതാന സമാന. ഖബറുകൊണ്ട് ചൊല്ലുമ്പൊത്തുകെ പേടി മനസ്സുക പറഞ്ഞ പെണ്ണികള്, ഖബറൂച്ച് ചൊല്ലുമ്പൊത്തുകെ മനസ്സിലൊന്ന് കൽബ് പൊട്ടിയിട്ട് കണ്ണില് തന്നി പറഞ്ഞ പോലെ ഈമാറുള്ളങ്ങള് മഹാന്മാരായ സ്വാലിഹികളാണ് ചൊല്ലി.
നിന്റെ ഉന്നതമായ എത്ര നല്ല വലിയ വലിയ സ്ലാപ്പിടക AC ഇല്ലാണ്ട് ഉറങ്ങുണുകാവില്ല. എത്ര നല്ല ഉന്നതമായ സൗന്ദര്യമായ റായത്തെ പല ആളുമാറും പടച്ചോണ്. ഇങ്ങനത്തെ അവരാളുകൾ കെട്ടുണുക നസീബ് കിട്ടിയെങ്കില് എത്ര വലിയ ഭാഗ്യവാൻ അല്ലാണ്ട് കൊതിച്ച കനകത അവവുണ്ടല്ലേ. അങ്ങനത്തെ അവത്തുല് പോലും കിടന്നിട്ട് സന്തോഷത്തിൽ സുബയാക്കിയണു. ആ കബറുക കൊണ്ടുപോയിട്ട് വെയ്ക്കുമ്പത്ത് കൊണ്ടല്ലേ പെണ്ണുങ്ങള് ഒരു തലങ്ങാണി പോലും കൽത്തുണുമ്പൽ അവിടേക്ക് വെച്ചു കൊടുക്കണു പാടില്ല. അതുകൊണ്ടാ കബുർസ്ഥാന കാണുമ്പത്തുകൂ ആ കബുറടക്ക കനിക്കത്തെ ജാഗര കാണുമ്പത്തുകൂ കൽബുലീമാന്റെ പ്രകാശ ബാക്കിയെങ്കിൽ ഉണക്ക് പേടി വരണു. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്വഹാബത്ത് കാരണ കേക്കടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ ചൊല്ലുമ്പോൾ നിങ്ങൾ ബുൽപുട്ടത് ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആഖിറത്തെ ചൊല്ലുമ്പോൾ നിങ്ങൾ പേടിക്കരുത് ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സിറാത്ത് പാലത്തിലെ കടക്കര വിഷയം ചൊല്ലുമ്പോ പോലും നിങ്ങളുടെ കണ്ണു നോക്കുമ്പോൾ അതിൽ തന്നി പഞ്ഞത് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ നബി തങ്ങൾ ഏത് വിഷയ ചൊല്ലുമ്പോത്തും കബറിന്റെ വിഷയമീ അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങി തേണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ താടിരെ മുടി പോലും കണ്ണിട തന്നി കൊണ്ട് ചണ്ടിയാവിടത് ഞങ്ങൾ കാണ്ട. കാരണാണ്ട് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടൂ അതാ ഒരു മനുഷ്യരെ ആഖിറത്തെ ഒന്നാമത്തെ സ്ഥാന ഖബറല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ ഖബറിലെ ഉൽഗ നിന്റെ കൂടെ ആറുള്ളാറ് പെണ്ണുങ്ങള് ആഖിറത്തിൽ നിൽക്കുമ്പോ ഒരുപാട് മനുഷ്യന്മാരുണ്ടോ. സ്വർഗത്തുക പോയെങ്കിൽ സ്വർഗത്തിലും ആളുമാറുണ്ടോ. നരകത്തുക പോയവണുക പോലും നരകത്തിൽ ആളുമാറുണ്ടോ. മയ്യത്തിനെ കൊണ്ടുപോകുമ്പത്തുക പോലും ഒരുപാട് ചങ്ങായിമാറും ആളുമാറ് കൂടെയുണ്ടോ. പക്ഷേ കബറുളു കിടക്കണായത് ഒരാളല്ലേ. എത്ര പിരിസാക്കിയ മാപ്പിളാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് എത്ര പിരിസാക്കിയ മാപ്പിളാണെങ്കിൽ പോലും അതാ നിന്റെ ഖബറടക്കിട്ട് പൂർത്തിയായതിൽ പിന്നെ ഒരര ഗണ്ട നിന്റെ ഖുർആൻ ഓതുനക്ക് തയ്യാറില്ല പെങ്ങള്. മഹാന്മാരായ സ്വാലിഹീങ്ങള് നിന്റെ മയ്യത്തെ മറമാടിയിട്ട് പൂർണ്ണമായതിൽ പിന്നെ ഒരു ഗണ്ടയെങ്കിലും അവിടെ നിന്റെ തസ്ബീഹ് ചൊല്ലണോ ചൊല്ലുമ്പോ സ്വന്തം മക്ക പോലും ഒരു ഉമ്മയുടെ മയ്യത്തിനെ മുട്ട നിക്കണു തയ്യാറില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ സുബ്ഹാനല്ലാഹ് സ്വഹാബ ഒരു മയ്യത്തിനെ നിങ്ങൾ ഖബറുക കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ആ ഖബറിൽ വെച്ച മനുഷ്യന്മാര് അങ്ങ് തിരിഞ്ഞിട്ട് ഖബറിന്റെ മുട്ടത്തെ പിറകു പോകുമ്പോത്തുകൊണ്ടല്ലേ നിങ്ങൾ നടക്കിற നിങ്ങളുടെ ചെറുപ്പയുടെ ശബ്ദത്തെ ആ മയ്യത്തുക കേക്കിട്. നിങ്ങൾ നടക്കിற നിങ്ങളുടെ ചെറുപ്പയുടെ ശബ്ദം പോലും ആ മയ്യത്തുക കേക്കിട് സ്വഹാബ. ആ മയ്യത്തിരുട്ടി അല്ലാഹുവിന്റെ മലക്കങ്ങ വന്ന് ചോദ്യം കേൾക്കുമ്പോത്തുകൂ ആ മയ്യത്തുക വേണ്ടി നിങ്ങ വന്നു അതാ തസ്ബീഹ് ചൊന്നുകൊടുക്കോരു സ്വഹാബ. എത്ര ഞാറ ചൊന്നു കൊടുക്കണു നബിയേ. ഹബീബായ തങ്ങള് ചൊല്ലുടൂ ഒരു വണ്ടയുടെ അറുത്തിട്ട് ഇറച്ചാക്കി കൊടുക്കണു എത്ര ഞാറ വേണാവടാ. അത്ര ഞാറയെങ്കിലും കബുര മുട്ട നിങ്ങൾ കബറടക്കിട്ടായതിൽ പിന്നെ നിക്കണോ. കബറടക്കിട്ടായതിൽ പിന്നെ മൂന്നര ദൂവത്തേക്ക് വിളിച്ചിട്ട് എല്ലാരും തിരിഞ്ഞിട്ട് പോറൂട്ടല്ല. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ ഒരു വണ്ടയുടെ അറുത്തിട്ട് ഇറച്ചിയുടെ സ്വതക്ക കൊടുക്കണ എത്ര നേര വേണ. മഹാന്മാരായ ഫുഖഹാ ചൊല്ലു ഒരു ഗണ്ടയെങ്കിലും കബറിന്റെ മുട്ട നിന്റെ തസ്ബീഹ് ചൊല്ലുന്നു. ആര് തയ്യാറായിടാ അറിയുമാനുള്ളങ്ങള് ഏത് കബറിന്റെ സ്വര പൂർത്തിയായാൽ പിന്നെ തൽഖീൻ ഓതിട്ട് അവിടെ തുറന്നിട്ട് മൂന്നര ദൂവത്തേക്ക് വിളിച്ചിട്ട് പിരിഞ്ഞു പോണ്ടല്ലാണ്ട് ഒരു ഗണ്ട നിന്റെ ബാപ്പയുടെ കബറിന്റെ മുട്ടെന്നാണ് നിന്റെ സുബ്ഹാനല്ലാഹ്. തക്ക് വേണ്ടി നിന്റെ ബാപ്പ എത്ര ജാഗ ഓടി നടന്ന ആളാണ്. നിന്റെ ജീവനത്തിന് വേണ്ടിട്ട് സ്വന്തം ചോരയുടെ പോലും വിയർപ്പാക്കി പാടിയിട്ട് അധ്വാനിച്ച നിന്റെ ബാപ്പയല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരുമ്പോ തിങ്ങളുടെ ഭയത്തിൽ വെച്ച് പുറത്തു നടന്ന ഉമ്മ പല കാലത്തിൽ ഇണ്ടത്തെ പോലത്തെ സൗകര്യങ്ങളില്ല. ഞങ്ങളെ മക്കളെ ബലിയാക്കണു
എത്ര നിഅമത്ത് അല്ലാഹു ഞങ്ങൾക്ക് തന്നറ. അതേ നിഅമത്ത് ഞങ്ങളെ ബാപ്പാ ഉമ്മ ഇന്നിട്ടല്ലേ ഞങ്ങളെ ബലിയാക്കിരേ. സുബ്ഹാനല്ലാഹ്, എത്ര ഉമ്മമാര് പാതിര ജാബുതോല സൂപ്പുല ചിമിനി വെച്ചിട്ട് ആ ചിമിനിന്റെ വെളിച്ചത്തിൽ ബീഡി കെട്ടിട്ട് മക്കളെ ബലത്തെ ഉമ്മമാര് ഈ സദസ്സിൽ പോലും ഉറവക്ഷയിക്കുവല്ലേ. അങ്ങനത്തെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെന്ന ഉമ്മ മരണപ്പെട്ടു പോയ സമയത്തില് ആ ഉമ്മയുടെ കബറിമുട്ട ഒരു ഗണ്ട പോലും നിക്കണു ഈ മക്ക തയ്യാറല്ലാണ്ട് കണ്ടെങ്കില്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചൊല്ലട, സ്വഹാബ ആ കബറിലാണ് ഒരുത്തനെ കിടക്കണല്ലേ. അതുകൊണ്ട് നമുക്ക് കബറിന്റെ വിഷയം ചൊല്ലുമ്പോ വല്ലാത്ത പേടിയാ. ഉസ്മാൻ പേടി. ആ കബറുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുസ്ലിമീങ്ങൾക്ക് ചില ബാധ്യത ഉണ്ട്. ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ മരണപ്പെട്ടു പോയെങ്കിൽ ആ ഒരു മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കബറിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ബാധ്യത ഉണ്ട്. എന്തിനാ ബാധ്യത കൊണ്ടുണ്ട? ആ മയ്യത്ത് വേഗ ചീഞ്ഞി പോവാണ്ടിക്കൊണ്ടുള്ള വ്യവസ്ഥ ആക്കിയിട്ട് ഞങ്ങൾ മയ്യത്തിനെ കബറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏത് മയ്യത്തും കബറിൽ വെച്ചിട്ടാകുമ്പോ ചീഞ്ഞി പോവും. ചീഞ്ഞു പോവാണ്ട് പോയിക്കോ, അത് വിഷയം വേറെ. പക്ഷെ ഒരു മനുഷ്യന്റെ തടി മയ്യത്തിനെ കബറിൽ കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ചീഞ്ഞിട്ട് കംപ്ലീറ്റ് എല്ലാണ്ടായിട്ട് മണ്ണായിട്ട് പോകാനാണ് സാധാരണ പതിവ്. അപ്പൊ ഒരു മനുഷ്യരെ മയ്യത്തിനെ കബറിൽ വെച്ചെങ്കിൽ ചൊമ്മ നേരത് ചീയാണ്ട് നാറാണ്ട് ബാക്കിയാവണം. ആ ബാക്കിയാവണകുള്ള വ്യവസ്ഥ എന്തിനാക്കണോ കാവിടൂ, അത് ഒരു മുസ്ലിമിയുടെ ബാധ്യതയായിട്ട്. കുടുംബത്തെ ഉണാവട്ടെ, റായത്തെ ഉണാവട്ടെ, നിരടവണാവട്ടെ, ഞങ്ങളുടെ ബാധ്യതയാണ്. മയ്യത്തിലെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് വലിയ ബാധ്യതയാണ്. മയ്യത്തിലെ കബറിൽ വെച്ചപ്പോ വേഗ ചീഞ്ഞു പോവാത്ത കണക്കിന്റെ വ്യവസ്ഥയാക്കി ഉപയോഗിക്കുന്നു. അതൊക്കെ എന്തിനെ വ്യവസ്ഥയാക്ക? ഒരു മയ്യത്ത് വേഗ ചീഞ്ഞു പോവാണ്ടിക്കൊണ്ടു എന്തിനെ വ്യവസ്ഥയാക്ക? അതുകൊള്ള ഒന്നാമത്തെ വ്യവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, ഒരാള് മരിച്ചെങ്കിൽ അയത്ര വേഗ കബറടക്കണമുണ്ട്. ಉದಾಹರಣೆ ಮನುಷ್ಯರ ತಡಿ 24 ಗಂಟೆ ಆಂಬತ್ತು ചേഞ്ച് ആവോടും നാത്ത പറകു തുടങ്ങുന്നുണ്ട്, പേരിക്കും സ്മെല്ല് പറകു തുടങ്ങുന്നുണ്ട്. നോക്കുറന്നങ്ങ ഒരു മീൻ കൊണ്ടുവന്നെങ്കിൽ, ഒരു കോഴി ഇറച്ചി എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കറ ബെടക്കാവാട്ടിക്കൊണ്ടു ചീഞ്ഞു പോവാണ്ടിക്കൊണ്ടുപോകും, മണപറാണ്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരുവേള കറണ്ട് ഇല്ലാത്ത സമയത്തിലാണ് കൊണബന്നപ്പോലെ പേടി ഇത് വീത്ത് മണപറകു തുടങ്ങിരുവാണ്ട്. ഫ്രിഡ്ജില്ലാത്ത ഒത്തിലുണ്ടായെങ്കിൽ പഴയ കാലത്തിൽ മുരിക്കൊണക്ക് ഒരു അരഗಂಟೆ ലേറ്റ് ആവടെങ്കിൽ മീനുകൾ ചിലപ്പോൾ ഉപ്പുപാറ വടി വയ്ക്കുവാർ, വേഗ ബെടക്ക അവിടെ വേണ്ടാണ്ട്. അപ്പൊ ഒരു മനുഷ്യരെ മയ്യത്താണെങ്കിൽ ഇതുപോലെ ജീമ പോയാൽ പിന്നെ റൂഹ് പിരിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിന്റെ തടി ബദലാവും, പകർച്ചയാവും, നാത്ത പറകു തുടങ്ങും, ചീയണുകു തുടങ്ങും. അപ്പൊ അത് ചീയണുകു തുടങ്ങിയ ഉദാഹരണ 24 ಗಂಟೆ ആകുമ്പോൾ ബിയരിക്കുക. 24 ಗಂಟೆ ആകുമ്പോഴത്തേക്ക് ചീയണുകൊരു മനുഷ്യരെ തടി തുടങ്ങണമെങ്കിൽ ഉദാഹരണക്ക് ആ മനുഷ്യരെ മയ്യത്തിരെ ദുനിയാവിലെ നീന് 18 ಗಂಟೆ വെച്ചിര്. ഇന്നലെ ജാവുകു 10 ಗಂಟೆಗೆ മരിച്ചത്, പിറ്റാണ്ട് 10 ಗಂಟೆ സുബൈ കഴിഞ്ഞിട്ട് അസർ 5-6 ಗಂಟೆ ആയിരം മയ്യത്ത് ഔത്തിലേ ഉണ്ട്. 10-18 ಗಂಟೆ ഇത്ത്, 10-18 ಗಂಟೆ ഇത്ത്. പിന്നെ ഒരു 4-5 ಗಂಟೆ പോയെങ്കിൽ മയ്യത്ത് മണബറുകു തുടങ്ങും. ആ ഒരു 4-5 ಗಂಟೆ ബാക്കി കൊമ്പത്ത് കൊണ്ടുപോയിട്ട് കബറിൽ നീനെ മറമാടിയിട്ട് ബണ്ടതല്ല ഹൈറ്. ഈ 18 ಗಂಟೆ കബറിൽ ചെയ്യാത്ത കനക്ക് കിടപ്പാട്ടുണ്ടു മരണപ്പെട്ടിട്ട് ഒരു 5-6 ಗಂಟೆ ആയപ്പോലേ കബറടക്കടുതായിട്ട് ഹൈറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി. അത് ഏത് നിലക്ക് ചിന്തിച്ചെങ്കിലും മയ്യത്ത് നല്ല മയ്യത്താണെങ്കിലും പെടക്കായ ഒരാളുടെ മയ്യത്താണെങ്കിലും ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, മയ്യത്തിന് നിങ്ങൾ വേഗം മറമാടണം, മയ്യത്തിന് നിങ്ങൾ വേഗം മറമാടണോ. ഒരു മയ്യത്തിന് മറമാടുന്ന വിഷയത്തിൽ മാത്രമല്ല, മയ്യത്ത് ചെയ്യാണ്ടിക്കൊണക്ക് വേണ്ടി എന്തെല്ലാം വ്യവസ്ഥ ആക്കണോ അവിടെ വേഗത്തിൽ ചെയ്യാണ്ടിക്കൊണക്ക് വേണ്ടി ആ എല്ലാ വ്യവസ്ഥ ആക്കിയിട്ട് നിങ്ങൾ മയ്യത്തിന് മറമാടണോ.